السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് റഹ്മാനായ റബ്ബിൻ്റെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇവിടെയൊക്കെ എത്താനും ഇതുപോലെ ഒരുമിച്ച് കൂടാനും ഒക്കെ സാധിച്ചത്. അൽഹംദുലില്ലാഹ്. മാഷാഅല്ലാഹ്. ശൈഖ് ഉമർ തഫദ്ദൽ. അൽഹംദുലില്ലാഹ്. അതാഴി എന്തൊക്കെ അൽഹംദുലില്ലാഹ്. ഞങ്ങളൊരു 3 ആഴ്ചത്തെ ഒരു പര്യടനമാണ് ജാമിഅ അൽ ഹിന്ദിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം 2 വർഷം ഹദീസുകൾ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു അനൗപചാരികമായി മാറിയിരിക്കുന്ന കൊച്ചു സംഘം അവരുടെ ഒരു പഠനത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് അവരെയും കൂട്ടി ഇങ്ങനെ യാത്ര പ്ലാൻ ചെയ്തത്. അൽഹംദുലില്ലാഹ്. ദാറുൽ ഹദീസ് അൽ ഹിന്ദിയ എന്ന ചെറിയൊരു സംരംഭം, വലിയൊരു സ്ഥാപനമൊന്നുമല്ല, ഒരു പള്ളിയിൽ ഒരു ദർസ് പോലെ കുറച്ച് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി ഹദീസുകൾ പരമാവധി പഠിക്കുക എന്നതാണ് ദാറുൽ ഹദീസിൻ്റെ ഒരു ലക്ഷ്യം. ജാമിഅ എന്നുള്ളത് ഒരു ഔദ്യോഗികമായ സംവിധാനമാണ്. അതിൽ +2 ഡിഗ്രി PG എല്ലാം പൂർത്തിയായി കഴിഞ്ഞ ശേഷം സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾ വ്യത്യസ്തമായ ഫീൽഡിലേക്ക് ജോലിയായോ അല്ലാതെയോ ഒക്കെ താഴിമാരായും പള്ളികളിലും മറ്റുമൊക്കെയുള്ള സേവനത്തിനായൊക്കെ പോകുന്നു. അത്തരം വിദ്യാർത്ഥികളിൽ നിന്ന് കുറച്ചുകൂടെ സമയം മാറിയിരുന്ന് ദീന് പഠിക്കാൻ തയ്യാറാണ് എന്ന് അതിന് താല്പര്യപ്പെടുന്ന ഒരു 7 വിദ്യാർത്ഥികൾ, അവർക്ക് സൗകര്യമൊരുക്കി എന്നത് മാത്രമാണ് ദാറുൽ ഹദീസ് എന്നുള്ളത്. വലിയ ഘട്ടോ മട്ടോ സംവിധാനങ്ങളൊന്നുമില്ല, അത് ആഗ്രഹിക്കുന്നുമില്ല. ഒരു പള്ളിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നിയമങ്ങളും വ്യവസ്ഥകളും ഒന്നുമില്ലാതെ ചെറിയ രൂപത്തിൽ ഹദീസിൻ്റെ കൂടെയുള്ള ഒരു യാത്ര. ജാമിഅയിലൊക്കെ പഠിക്കുമ്പോൾ കുതുബ് സിത്ത 6 പരിചയപ്പെട്ടു പോകും. ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ. ഈ 6 കിതാബുകളിൽ നിന്ന് ഏതാനും ഹദീസുകൾ, സെലക്ടഡ് ഹദീസുകൾ മാത്രമാണ് നമ്മുടെ സിലബസിൻ്റെ ഭാഗമായി പഠിക്കുക. അത്രേ കഴിയുള്ളൂ. മറ്റൊരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്, യൂണിവേഴ്സിറ്റി വിഷയങ്ങളുണ്ട്. ഇതിനെല്ലാം കൂട്ടത്തിൽ അതാണ് കഴിയുക. അത് തന്നെ അൽഹംദുലില്ലാഹ് വലിയൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ. അപ്പം അതൊക്കെ പഠിച്ച് കഴിയുമ്പോൾ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകും, കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ഈ കിതാബുകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒരു ഭാവശൈലിയിൽ ഒന്ന് കണ്ണോടിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് മാത്രമാണ് ദാറുൽ ഹദീസ് എന്നുള്ളത്. അൽഹംദുലില്ലാഹ് 1 വർഷം അവർ പൂർണ്ണമായും അതിനു വേണ്ടി മാറിയിരുന്നു. ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ, ഈ 6 കിതാബുകൾ 34,000 ചില്ലാനും ഹദീസുകൾ 1 വർഷം കൊണ്ട് അൽഹംദുലില്ലാഹ് അവർ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പം അത് പൂർത്തിയായ ഒരു സന്തോഷത്തിൽ അവരെയും കൂട്ടി ഒരു യാത്ര, ഒരു ഉംറ നിർവഹിക്കാൻ അവസരം നൽകുക, ഇവിടൊക്കെയുള്ള ഹറമൈനിലെയും മറ്റുമുള്ള പണ്ഡിതന്മാരുമായി കാണുക, അവരിൽ നിന്ന് ഇജാസകൾ വാങ്ങാനും വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് പരിശ്രമിക്കുക, ഇവിടെയുള്ള ദഅ്വ ആക്ടിവിറ്റികളൊക്കെ നേരിൽ കണ്ട് ജീവിതത്തിൽ അവർക്കൊരു ദിശാബോധം കിട്ടാൻ കൂടി അതൊരു ഉപകാരപ്പെടുക എന്നൊക്കെ ലക്ഷ്യത്തിലാണ് അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഒരു 11 അംഗ സംഘം പുറപ്പെട്ടത്. അൽഹംദുലില്ലാഹ് ദമാം, ജുബൈൽ, ഖസീം പ്രദേശങ്ങളൊക്കെ പോയി അവിടെയൊക്കെ കാണാവുന്ന പണ്ഡിതന്മാരൊക്കെ കുറേ കാണാൻ അവസരം കിട്ടി. അൽഹംദുലില്ലാഹ് മക്കയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച എത്തി. നാളെ കൂടി മക്കയിലുണ്ട്, മറ്റന്നാൾ മദീനയിലേക്ക് തിരിക്കും. മക്കയിലും അൽഹംദുലില്ലാഹ് ഒരുപാട് ശൈഖന്മാരുമായി കാണാനും
ഒരു നല്ല ബന്ധമുണ്ടാക്കാനും ഒക്കെ ഒരു നിമിത്തമായി. ഇനി ഒരാഴ്ചയോളം മദീനയിലുണ്ടാവും. അത് കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യും. ഇന്ന് ഇവിടെ ജിദ്ദയിൽ ഞങ്ങൾക്ക് ചില അപ്പോയിൻമെൻറ്റുകൾ കിട്ടുകയും രാവിലെ മുതൽ ഏതാണ്ട് 3 മണി വരെ ജിദ്ദയിൽ വ്യത്യസ്തമായ ജാലിയാത്തുകൾ അതുപോലെയുള്ള മറ്റു ദഅ്വ സംരംഭങ്ങളൊക്കെ കാണാൻ ഒരു ഔദ്യോഗികമായ ഒരു സാഹചര്യം ഒത്തുകിട്ടി. അപ്പം അവിടെ വാഹനത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കുറേ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ കൂടി വന്നു പോവല്ലേ വെച്ചിട്ട് വണ്ടി ഡ്രൈവർ നമ്മൾ കാത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ജിദ്ദയിൽ വരുമ്പോൾ ഒന്ന് കാണാതെ പോകാൻ പറ്റുന്നല്ലോ. പൈസക്ക് കുറേ ദിവസമായി പിന്നാലെ കൂടുന്നു, എന്നാൽ വരെ എപ്പോഴാണ് പരിപാടി വെക്കാൻ പറ്റുക വെച്ചിട്ട് ഇങ്ങനെ ദിവസം 2 പ്രാവശ്യം വിളിക്കും. അപ്പോൾ അതിനിടയിൽ ഏതായാലും ജിദ്ദയിലേക്ക് വരവുണ്ടായപ്പോൾ അത് ഉപയോഗപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം കുറേ സമയം നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യം, അതാണ് ഇന്നത്തെ വിഷയത്തിൽ ഊന്നി പറഞ്ഞ 3 കാര്യം. ഉസൂലുൽ സലാസ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ അഖീദ കിതാബിൽ പരിചയപ്പെടുത്തിയ 3 കാര്യമാണ് നമ്മുടെ നോട്ടീസിലും ഇതിന് വിഷയമായി കൊടുത്തത്. 1 അറിവാണ്, 2 പ്രവർത്തനം അമലാണ്. അതെല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠമെന്നത് അഖീദയാണ്, ആദർശ മേഖലയാണ്. ഇതാണ് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്വലായി പഠിപ്പിക്കുന്നത്. ഉസൂലുൽ സലാസ എന്ന കിതാബിൻ്റെ ആകത്തുക ഈ പറയപ്പെട്ട കാര്യങ്ങളാണ്. വഅലം അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസാഇൽ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഉസൂലുൽ സലാസ ആരംഭിക്കുന്നത്. 4 മസ്അലകൾ അറിയൽ നിർബന്ധമാണ്. വഅലം അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസാഇൽ, 4 മസ്അലകൾ അറിയൽ നിർബന്ധമാണ്. 1 അൽ ഇൽം, അറിവാണ്. 2 വൽ അമലു ബിഹി, ഇൽമു പ്രകാരമുള്ള അമലാണ്. 3 വദ്ദഅവതു ഇലൈഹി, അതിലേക്കുള്ള ദഅവത്താണ്. 4 വസ്സബ്റു അലൽ അദാ ഫീഹി, ആ രംഗത്ത് വരുന്ന പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളലാണ്. തെളിവ് പറഞ്ഞു ദലീൽ ഖൗലുഹു തആല, അദ്ദേഹം തെളിവായി കൊടുത്തത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ എന്ന സൂറത്താണ് ഇത് തെളിവായി കൊടുക്കുകയും. എന്നിട്ട് ഖാല ഇമാം ഷാഫി റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നു, ലൗ മാ അൻസലല്ലാഹു ഇല്ലാ ഹാദിഹി സൂറ ലകഫതുഹു, ഈ സൂറത്ത് മാത്രമേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇറക്കിയിട്ടുള്ളായിരുന്നുവെങ്കിലും അത് മതി എന്നാണ്. ഖുർആന്റെ മൊത്തം ആശയം ഈ സൂറത്തിലുണ്ട് എന്നർത്ഥം. എല്ലാത്തിനും പകരം ഈ സൂറത്ത് മതിയാകുമ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കൊടുത്തു ഇതുമായി ബന്ധപ്പെട്ട്. അൽ ഇൽമു ഖബ്ല ഖൗലി വൽ അമലി ബിഹി എന്ന, ഖൗലിനും അമലിനും മുമ്പ് ഇൽമു വേണം, അറിവ് വേണം എന്ന അധ്യായം എന്ന് പറഞ്ഞ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ബാബ് തന്നെ സ്വഹീഹ് ബുഖാരി നൽകിയതും ഉസൂലുൽ സലാസയിൽ പ്രത്യേകമായി എടുത്തു കൊടുക്കുന്നത്. നമ്മുടെ അടിസ്ഥാനം അതാണ്. ഒന്നാമതായി ആദർശ വിശുദ്ധി. അല്ലാഹും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നമുക്ക് ദീനായി വിശ്വാസമായി പരിചയപ്പെടുത്തിയത് അതാണ് വിശ്വാസമായി സ്വീകരിക്കേണ്ടത്. അതിന് മറ്റാർക്കും ഇതിൻ്റെ പങ്കില്ല. എത്ര വലിയ ആളുകൾ പറഞ്ഞാലും, ആരൊക്കെ സ്വീകരിച്ചാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നത് അൽ കിതാബു വസ്സുന്ന, അള്ളാഹുവിൻ്റെ കിതാബും റസൂലിൻ്റെ സുന്നത്തുമാണ് അഖീദയുടെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതിൽ ഉള്ളത് ആര് പറഞ്ഞാലും സ്വീകരിക്കാം, അതിനപ്പുറം ആര് പറഞ്ഞാലും ഇത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ലതാണ്. അതാണ് നമ്മുടെ അടിസ്ഥാനം. തൗഹീദ്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം, ഈമാൻ സിത്ത, ഈമാൻ കാര്യങ്ങൾ 6 എന്ന് പറയുന്ന അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസവും അതേപോലെ കിതാബിലും മലായിക്കത്തിലും മുർസലീങ്ങളിലും യൗമുൽ ആഖിറിലും ഖദറിലുമെല്ലാമുള്ള വിശ്വാസം. ഇതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും അസ്ലുകൾ. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് നബിയുടെ മുമ്പിൽ വന്ന് ദീന് ചോദിച്ചു പഠിച്ച ഹദീസ് ജിബ്രീൽ വിശ്വപ്രസിദ്ധമാണത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ആ ഹദീസ് നമുക്ക് ഉദ്ധരിച്ച് നൽകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നബിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു നബിയുടെ മുമ്പിലേക്ക്. നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു, നല്ല ശക്തമായ കറുപ്പുള്ള മുടിയും താടിയുമാണ് അയാൾക്കുള്ളത്. അയാളിൽ യാത്രാക്ഷീണങ്ങളൊന്നും കാണുന്നില്ല. ഞങ്ങൾക്കാർക്കും അയാളോട്ട് പരിചയവുമില്ല. ഈ നാട്ടുകാരനാണെങ്കിൽ അവർക്ക് പരിചയമുണ്ടാകണം, ഏതോ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ യാത്രാക്ഷീണം അയാളിൽ കാണണം. അത് രണ്ടുമില്ല, യാത്രാക്ഷീണവുമില്ല, ഞങ്ങൾക്ക് അയാളെ പരിചയവുമില്ല. അദ്ദേഹം വന്നു, നബിയുടെ സലാം പറഞ്ഞു, ഇവിടെ മുമ്പിൽ വന്നിരുന്നു. തൻ്റെ കൈകൾ നബി തങ്ങളുടെ തുടയിലേക്ക് അദ്ദേഹം വെച്ചു. തൻ്റെ കാൽമുട്ടുകൾ തൻ്റെ കാൽമുട്ടുകൾ നബിയുടെ കാൽമുട്ടിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് നബിയുടെ മുമ്പിൽ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അഖ്ബിർനി
അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇസ്ലാം കാര്യം 5 പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു സദഖത്ത, നീ പറഞ്ഞ മറുപടി ശരിയാണ്, സത്യമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫതഅജ്ജബ്നാ ലഹു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അദ്ദേഹം ചോദിക്കുന്നു, മറുപടി കേൾക്കുമ്പോൾ അദ്ദേഹം തന്നെ ആ മറുപടി ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു മറുപടി ശരിയാണെന്ന് പറയാൻ അതിനേക്കാളും വലിയ ആരവിടെ ഉണ്ടാവും? അത് കഴിഞ്ഞ് ഈമാൻ ചോദിച്ചു, ഈമാൻ കാര്യം മാറും പഠിപ്പിച്ചു. അപ്പോഴും പറഞ്ഞു സദഖത്ത, പറഞ്ഞത് ശരിയാണ്, സത്യമാണ്. അത് കഴിഞ്ഞ് ഇഹ്സാൻ ചോദിച്ചു, മൽ ഇഹ്സാൻ അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, ആരാധിക്കുക, കഅന്നക തറാഹു, നീ റബ്ബിനെ കാണുന്നത് പോലെ, ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ റബ്ബിനെ കാണുന്നില്ല എന്നാലും ശരി, റബ്ബ് നിന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യുക. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, പക്ഷെ അള്ളാഹു തആല നമ്മെ കണ്ടുകൊണ്ടിരിക്കും. അവൻ സമീഅാണ്, ബസീറാണ്, അലീമാണ്, അതേപോലെ ലത്തീഫാണ്, ഖബീറാണ്, ഹക്കീമാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, സദാസമയം നിരീക്ഷിക്കുന്നവനാണ്, നിഗൂഢമായതിനെപ്പോലും അറിയുന്നവനാണ്, എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായി വിശദമായി സൂക്ഷ്മമായി അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, അറിയുന്നവനാണ്. ആ നിലയ്ക്ക് റബ്ബിനെ മനസ്സിലാക്കിയാൽ റബ്ബിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യുക. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് നിന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമല്ല. അവൻ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നുവെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്താൻ അല്ലാഹു തആല സംവിധാനം ചെയ്തിട്ടുണ്ട്, മലക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അതുകൊണ്ട് ആ ഒരു മനസ്സോടു കൂടി ഇബാദത്ത് ചെയ്യലാണ് എന്ന് മറുപടി നൽകുന്നു. അവിടെയും സദഖത്ത, ആ മറുപടി ശരിയാണ് എന്ന് സത്യപ്പെടുത്തുന്നു. ശേഷം അഖ്ബിർനി അനിസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് എന്ന് പറഞ്ഞു തരണം എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദിച്ച ആളേക്കാൾ ചോദിക്കപ്പെട്ട ആൾക്ക് ആ വിഷയത്തിൽ അറിവൊന്നുമില്ല. അതെനിക്കും അറിയില്ല, ചോദിച്ച നിങ്ങൾക്കും അറിയില്ല, ചോദിക്കപ്പെട്ട എനിക്കും അറിയില്ല എന്നർത്ഥം. എങ്കിൽ ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, എങ്കിൽ ഖിയാമത്തിന് അടയാളങ്ങൾ പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ അടയാളങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അതും സത്യപ്പെടുത്തി ആ ചോദ്യകർത്താവ് പിരിഞ്ഞു പോയി. ഉമർ ഖത്താബ് പറഞ്ഞു, ഫലബിസ്തു മലിയൻ, ഞങ്ങളാകെ കുറച്ച് സമയം ആകെ വല്ലാത്തൊരു അവസ്ഥ, എന്താ ഇപ്പം സംഭവിച്ചത് പിടുത്തൂല്ല, ആരാണ് ഇയാൾ, എന്താ ഇപ്പം സംഭവിച്ചത് ഒരു പിടുത്തൂല്ല. അത് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കറിയുമോ ആരാണ് ഈ ചോദിച്ചാൾ? ഇല്ല. ഹാദാ ജിബ്രീൽ അതാക്കും യുഅല്ലിമക്കും ദീനക്കും, ഇത് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്ന് നബി തങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെട്ട ഹദീസ്. ഹദീസ് ജിബ്രീൽ, ഹദീസ് അറിയപ്പെടുകയാണ് ഹദീസ് ജിബ്രീൽ എന്നാണ്. അത് അടിസ്ഥാനമാക്കി മാത്രം ലോകത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടു. ഷർഹ് ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ ഈ ഹദീസ് ഷർഹ് ചെയ്തുകൊണ്ട് മാത്രം ബൃഹത്തായ ഒരു ഗ്രന്ഥം തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ രചിച്ചത് കാണാൻ കഴിയും. ഈ ഹദീസിന്റെ മാത്രം ഷർഹ്, എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ, ഈ ഹദീസ് നൽകുന്ന പാഠങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് ഏകദേശം 1000-ഓളം പേജ് വരുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥം തന്നെ ഈ കിതാബ് അടിസ്ഥാനമാക്കി, ഈ ഹദീസ് അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടിസ്ഥാനം, അസ്ൽ. അതാണ് ആദർശം എന്ന് പറയുന്നത്. ഇതാണ് അസ്ൽ, ഇതാണ് ആദർശം, അതാണ് വിശ്വാസം. അതിന് അപ്പുറത്ത് ആര് വിശ്വസിച്ചാലും ആ വിശ്വാസം സ്വീകാര്യമല്ല. ലോകത്ത് മുഅ്തസിലികൾ വന്നു, അതേപോലെ ജഹ്മികൾ, ജബരികൾ, ജഅദികൾ, ഖദരികൾ, റാഫിദികൾ തുടങ്ങി ധാരാളം വിശ്വാസ സരണികൾ ലോകത്ത് പല കാര്യങ്ങളിലായി ഉണ്ടായി വന്നിട്ടുണ്ട്. അവർക്കെല്ലാം ചില വിശ്വാസങ്ങളുണ്ട്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ എവിടെയെങ്കിലുമാണ് അവർക്കെല്ലാം അബദ്ധം സംഭവിച്ചു പോകുന്നത്. മുഅ്തസിലികളാവട്ടെ, ഖദരിയാകളാവട്ടെ, ഖവാരിജികളാവട്ടെ, ഏതു സംഘമെടുത്താലും ഈ പറയപ്പെട്ട 11 കാര്യങ്ങൾ, ഈമാൻ കാര്യം 6, ഇസ്ലാം കാര്യം 5, അതിൽ എവിടെയെങ്കിലുമൊക്കെ വരുന്ന അബദ്ധങ്ങളാണ് ലോക ചരിത്രത്തിൽ എന്നും വ്യതിയാനങ്ങളായി, എന്നും വ്യത്യസ്തമായ തലത്തിലേക്കായി ആളുകൾ വഴിമാറിപ്പോകാൻ നിമിത്തമായി മാറിയതാണ്. മുഅ്തസിലികൾ വന്നു, റബ്ബിന്റെ സിഫാത്തുകളെ മൊത്തം നിഷേധിച്ചുകൊണ്ടാണ് അവർ പിന്നീട് ലോകത്ത് അറിയപ്പെട്ടത്. പടച്ച റബ്ബിന്റെ എല്ലാ സിഫത്തും നിഷേധിച്ച റബ്ബിന്റെ നാമങ്ങളും അവർ കേവലം നാമങ്ങളായി മാത്രം അംഗീകരിച്ചു. അലീം എന്ന് പറഞ്ഞാൽ അലീം മഅനയില്ല, അർത്ഥമില്ലാതാണ്. അർത്ഥമില്ലാത്ത ഒരു കേവലം പദമാണ് അലീം, സമീ, ബസീർ. ഇതൊക്കെയാണ് മുഅ്തസിലികളുടെ വിശ്വാസം. എന്നാൽ റബ്ബിന്റെ ഇൽമ്, റബ്ബിന്റെ സംഅ്, അവന്റെ ബസർ, അവന്റെ ഖുദ്റത്ത്, റഹ്മത്ത് തുടങ്ങിയ വിശേഷണങ്ങളെ അവർ നിഷേധിച്ചു തള്ളി, നാമങ്ങളെ മാത്രം അംഗീകരിച്ചു.
അതിന് കുറച്ചുകൂടി ഇപ്പുറത്ത് വന്നാണ് അശ്അരി മാതുരിദി സരണികൾ. അവർ 7 സിഫത്ത് അംഗീകരിച്ചു. ബാക്കിയുള്ള സിഫത്തുകളെ ഒന്നുകിൽ വ്യാഖ്യാനിച്ചു അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചു. സംഅ്, ബസർ, ഖുദ്റത്ത്, കലാം, ഇറാദത്ത്, ഹയാത്ത് തുടങ്ങി 7 സിഫത്തുകളാണ് യഥാർത്ഥ രൂപത്തിൽ അശ്അരിയത്ത് അംഗീകരിച്ചത്. ബാക്കിയുള്ളവ ഒന്നുകിൽ വ്യാഖ്യാനിക്കും അല്ലെങ്കിൽ അതിന് നിഷേധിക്കും. നാമങ്ങളെ അംഗീകരിച്ചു. വ്യത്യസ്തമായ സംഘങ്ങൾ, ജഹ്മികൾ, ജബരികൾ, ജഅദികൾ എല്ലാം ഈ മേഖലയിലാണ് അവർക്കെല്ലാം വ്യതിയാനങ്ങൾ സംഭവിച്ചത്. ഖദരിയത്ത്, സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഖദരിയത്ത് എന്ന വിശ്വാസം ലോകത്ത് ഉടലെടുത്തത്. ബസറയിൽ നിന്ന് ആരംഭിച്ചു, അത് പിന്നെ മദീനയിലേക്ക് വന്നു. ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയെ പോലുള്ള സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ചില ആളുകൾക്ക് ഖദർ വിഷയത്തിൽ ചില നിഷേധ പ്രവണതകൾ വന്നിരിക്കുന്നു, ഖദർ ഇല്ല എന്ന് പറയുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ ഇബ്നു ഉമറിനെ വന്ന് കാണുകയും അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യുന്നത്, ഇങ്ങനെ ചില ആളുകൾക്ക് രംഗത്ത് വന്നിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്? അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, അവർ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ യുഅ്മിന ബിൽ ഖദർ. ഖദർ വിശ്വസിക്കാത്ത കാലത്തോളം അതൊന്നും സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു. പടച്ച റബ്ബാണ് സത്യം. അത്തരം ആളുകൾ കണ്ട പറഞ്ഞുകൊള്ളുക, ഇബ്നു ഉമറിന് അവരുമായി ബന്ധമില്ല, അവർക്ക് ഇബ്നു ഉമറുമായും ബന്ധമില്ല എന്ന് നീ പറഞ്ഞുകൊള്ളുക എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അക്കാലത്ത് പഠിപ്പിക്കുകയാണ്. ഖവാരിജുകൾ വന്നു. അന്നും സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. എല്ലാ സ്വഹാബിമാരും വഫാത്തായി പോയിട്ടില്ല. അന്ന് ഇബ്നു ഉമർ ഉണ്ട്, ഇബ്നു അബ്ബാസ് ഉണ്ട് റളിയല്ലാഹു അൻഹുമ. അത്തരം സ്വഹാബിമാർക്ക് ജീവിച്ചിരിപ്പുള്ള കാലത്താണ് ഖവാരിജുകൾ രംഗത്ത് വരുന്നത്, ഷിയാക്കൾ രംഗത്ത് വരുന്നത്. അവർക്കെല്ലാം വ്യതിയാനങ്ങൾ സംഭവിച്ചത് ഈ പറയപ്പെട്ട മേഖലകളിൽ ഏതെങ്കിലും രംഗത്ത് തന്നെയാണ്. ഒന്നുകിൽ വ്യാഖ്യാനങ്ങളായിരിക്കാം, തഅ്വീലുൻ ഫാസിദ്, തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി പടച്ച റബ്ബിന്റെ നാമങ്ങളെ, വിശേഷണങ്ങളെ, അവന്റെ പ്രവൃത്തികളെ അതെല്ലാം തെറ്റായ തരത്തിലേക്ക് വിശ്വാസമായി സ്വീകരിച്ചപ്പോഴാണ് അവർ അഹ്ലുസുന്നയിൽ നിന്ന് വഴിമാറിപ്പോയ സംഘമായി കണക്കാക്കുന്നത്. അഹ്ലുസുന്നയെ സംബന്ധിച്ച് അതിൽ സ്വന്തമായ വ്യാഖ്യാനങ്ങളില്ല. 4 അടിസ്ഥാനമാണ് പറയപ്പെട്ട റബ്ബിനെ കുറിച്ച് പറഞ്ഞ ഏത് കാര്യമാണെങ്കിലും. മിൻ ഗൈരി തഹ്രീഫിൻ വലാ തശ്ബീഹിൻ വലാ തംസീലിൻ വലാ തഅ്തീൽ. ഇതാണ് ഇമാം ഷാഫിയുടെ നിലപാട്, ഇമാം മാലിക്കിന്റെ നിലപാട്, ഇമാം അഹ്മദിന്റെ നിലപാട്, ഇമാം ബുഖാരിയുടെ നിലപാട്, ഇമാം ലൈസിന്റെ നിലപാട്, മുൻഗാമികളായ മുഴുവൻ അഇമ്മത്തിന്റെ നിലപാട് റളിയല്ലാഹു അൻഹു. അതാണ് അഹ്ലുസുന്ന പണ്ഡിതന്മാരെല്ലാം പഠിപ്പിച്ചു പോകുന്ന ബേസ്. നമ്മുടെ നിലപാടായി മുൻഗാമികളെല്ലാം പഠിപ്പിച്ചു പോകുന്നതാണ് മസ്ലക സലഫി സ്വാലിഹ് മാലിക് വശാഫിഈ വഅഹ്മദ വലൈസ വഇസ്ഹാഖ് ബിൻ റാഹബൈഹി വഗൈരിഹിം ഖദീമൻ വഹദീസൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഇമാം മാലിക്കിന്റെ, ഇമാം അഹ്മദിന്റെ, ഇമാം ഷാഫിഈയുടെ, ഇമാം ഇസ്ഹാഖ് ബിൻ റാഹബൈഹിയുടെ, ഇമാം ലൈസിന്റെ, ഔസാഇയുടെ റഹിമഹുമുല്ലാഹ് വഗൈരിഹിം അല്ലാത്തതുമായ മിൻ അഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസ, മുസ്ലിമീങ്ങളുടെ അഇമ്മത്തായി കണക്കാക്കപ്പെടുന്ന ഇവരുടെയൊക്കെ പറഞ്ഞ നിലപാട് ഇംറാറുഹാ കമാ ജാഅത്, എങ്ങനെയാണോ അല്ലാഹു റസൂലും പഠിപ്പിച്ചത് അങ്ങനെ സ്വീകരിക്കുക. അവിടെ പിന്നെ സ്വന്തമായ വ്യാഖ്യാനങ്ങൾക്കോ ഉപമകൾക്കോ നിഷേധങ്ങൾക്കോ ഒന്നും അവിടെ സ്ഥാനമില്ല. ആ നിലയ്ക്ക് അംഗീകരിക്കുക. അതാണ് അടിസ്ഥാന ആദർശം. എന്താണോ അല്ലാഹും റസൂലും ദീനായി പഠിപ്പിച്ചത്, വിശ്വാസമായി പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആനിലും പ്രവാചക അധ്യാപനങ്ങളിലും എന്താണോ ദീനായി വന്നത് അതാണ് അടിസ്ഥാനം. അത് നമുക്കിന്ന് വഹയില്ല, വഹി അന്ന് കഴിഞ്ഞു. എന്നാൽ ആ വഹി ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ വഹി അടിസ്ഥാനമാക്കിയുള്ള പഠനം അതാണ് ശരിയായ ഇൽമ് എന്നത്. അൽ ഇൽമു മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇൽമ്. അതിലേക്ക് സഹായകമാകുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ സ്വീകാര്യയോഗ്യമാണ്. അതിനപ്പുറത്ത് എത്ര വലിയ ആളുകൾ പറഞ്ഞാലും അത് സ്വീകാര്യമല്ല എന്നാണ് അഹ്ലുസുന്ന ഏത് കാലത്തും സ്വീകരിച്ചു പോകുന്ന ബേസ്. അബദ്ധങ്ങൾ സംഭവിക്കാം, തെറ്റുപറ്റാത്ത മനുഷ്യന്മാരില്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് മദീന പള്ളിയിൽ റൗളയിൽ നബിതങ്ങളുടെ പഴയ മിമ്പറുള്ള ഭാഗം, അവിടെയാണ് ഇമാം മാലിക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി സാധാരണ ഇരിക്കാറുള്ളത്. അതിന് അവിടെ പ്രത്യേകമായ ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് വലതുഭാഗത്ത് നബിതങ്ങളുടെ ഖബർ, റൗളയിൽ ഇരുന്നു കൊണ്ട് നബിതങ്ങളുടെ മിമ്പറിന്റെ ഭാഗത്ത് ഇരുന്നു കൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അവിടെ ദീന് പഠിപ്പിച്ചത്. ഇമാമു ദാരിൽ ഹിജറ, ഹിജറ ഭവനത്തിലെ ഇമാം, മദീനയിലെ ഇമാം എന്നറിയപ്പെട്ട ഇമാമാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ്. ഹദീസിൽ സൂചനയുണ്ട് ഇമാം മാലിക്കിലേക്ക്. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം. ഒരു കാലഘട്ടത്തിൽ ആളുകൾ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നിന്ന് വാഹനപ്പുറത്തേറി അറിവ് തേടി സഞ്ചരിക്കുന്ന കാലം വരും. അന്നവർക്ക് ദീന് കൊടുക്കാൻ അവർ ഒരാളെയും കണ്ടെത്തുകയില്ല. ഇല്ല
ഇല്ല ആലിമൽ മദീന, മദീനയിലെ പണ്ഡിതനെ അല്ലാതെ മറ്റൊരാളെയും കണ്ടെത്താൻ കഴിയുകയില്ല എന്ന ഹദീസ് നബി തങ്ങൾ പറഞ്ഞതായി സ്ഥിരപ്പെട്ടുവെന്നാണ്. ആ ഹദീസ് സൂചിപ്പിക്കുന്നത് ഇമാം മാലിക്കിലേക്കാണ് എന്നാണ് ഭൂരിപക്ഷ ശാരിഹീങ്ങളും രേഖപ്പെടുത്തിച്ചത്. കാരണം അങ്ങനെ ലോകത്തെ എല്ലാ ഭാഗത്തു നിന്നും യാത്ര ചെയ്ത് അറിവ് തേടി വന്ന ഒരു ഇമാമുള്ളത് മദീനയിൽ ഇമാം മാലിക് റഹിമത്തുള്ളാഹിയാണ്. അതിന് മുമ്പ് പലരും ഉണ്ടായിട്ടുണ്ട്, അവരവിടെ പഠിപ്പിച്ചു പോയിട്ടുണ്ട്, ശേഷവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ പല ഭാഗത്തു നിന്ന് വാഹനപ്പുറത്തേറി അറിവ് തേടി വന്ന, അങ്ങനെ തേടിപ്പിടിച്ചു വന്ന ഒരു പണ്ഡിതൻ എന്നുള്ളത് ആലിമുൽ മദീന, മദീനയിലെ ആലിം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇമാം മാലിക് റഹിമത്തുള്ളാഹി. ഇമാം ഷാഫി റഹിമത്തുള്ളാഹി മക്കയിൽ നിന്നാണ് ഇമാം മാലിക്കിനെ തേടി അങ്ങോട്ട് പോയത് 13-ാമത്തെ വയസ്സിൽ. മക്കയിൽ നിന്ന് ഇമാം മാലിക്കിനെ കാണാൻ വേണ്ടി മാത്രം പോവുകയും മദീനത്തെത്തുകയും 8 മാസം ഇമാം മാലിക് റഹിമത്തുള്ളാഹിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ദീൻ പഠിക്കുകയും ചെയ്തതാണ് ഇമാം ഷാഫി റഹിമത്തുള്ളാഹി. വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് അത് ഇമാം മാലിക്കിനെ തേടി മദീനത്തേക്ക് ആളുകൾ വരാറുണ്ട്. ആ ഇമാം മാലിക് റഹിമത്തുള്ളാഹി ആ റൗളയിൽ നിന്നുകൊണ്ട് ധാരാളമായി പറഞ്ഞ വചനമായിരുന്നു, ഏതൊരാളുടെ വാക്കിലും തള്ളേണ്ടതുമുണ്ടാകും, കൊള്ളേണ്ടതുമുണ്ടാകും. ഇല്ലാ സ്വാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന ആളുടേതല്ലാത്ത മറ്റാരുടെ വാക്കിലും തള്ളേണ്ടതുമുണ്ട്, കൊള്ളേണ്ടതുമുണ്ട് എന്ന് ഇമാം മാലിക് റഹിമത്തുള്ളാഹി ധാരാളമായി ആവർത്തിച്ച് എല്ലാ ക്ലാസുകളും അദ്ദേഹം പറയുമായിരുന്ന ഒരു വചനമായിരുന്നു. അതാണ് അടിസ്ഥാനം. വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും എന്താണോ അഖീദയായി ആദർശമായി വിശ്വാസമായി പഠിപ്പിച്ചത്, അവിടെ പിന്നെ മറ്റു ചോദ്യങ്ങളില്ല, മറ്റു ന്യായങ്ങളില്ല. അത് പഠിക്കലാണ് പ്രധാനം. അത് നമുക്ക് വഹയായി കിട്ടുന്നില്ല, വന്ന വഹി ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ആണ് ഈ ദിക്ർ, ഈ ഉത്ബോധനം, ഈ ഖുർആൻ അവതരിപ്പിച്ചത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. തൗറാത്ത് ഇറങ്ങിയത് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്കാണ്. ഇഞ്ചീൽ ഇറങ്ങിയത് ഈസാ നബിയുടെ കയ്യിലേക്കാണ്. സബൂർ ഇറങ്ങിയത് ദാവൂദ് നബിയുടെ കയ്യിലേക്കാണ് അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്കല്ല, നബി തങ്ങളുടെ കൽബിലേക്കാണ്. അതാ വ്യത്യാസം. മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം കൈകളിലേക്ക് ഇറക്കി കൊടുത്തു. അതുകൊണ്ട് അതിൽ മാറ്റി തിരുത്തൽ വന്നാൽ അതോടെ അത് കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ കൽബിലേക്ക് ഇറങ്ങി. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന. വിശുദ്ധ ഖുർആനിന്റെ ജംഅ്, അത് ശേഖരിക്കൽ നാം ഏറ്റിരിക്കുന്നതാണ്. ജംഅഹു എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് ബുഖാരി കൊടുത്ത് കാണാൻ പറ്റും, ഐ ഫീ ഖൽബിക, അതായത് നബിയെ നിങ്ങളുടെ കൽബിൽ ഇത് ക്രോഡീകരിക്കുന്ന പണി നാം ഏറ്റിരിക്കുന്നു. സനുഖ്രിഉക ഫലാ തൻസ, നാം ഓതിത്തരാം നബിയെ, നിങ്ങൾ മറക്കുകയില്ല. അത് അല്ലാഹ് ഏറ്റതാണ്, മറക്കൂല എന്നുള്ളത്. മറക്കൂല, അത് റബ്ബ് ഏറ്റതാണ്. വല്ലതും മറപ്പിക്കാവുന്ന അത് ഉദ്ദേശിച്ചാൽ അത് മാത്രം മറക്കും. ഇല്ല മാഷാ അല്ലാഹ്, റബ്ബ് അങ്ങനെ ഉദ്ദേശിച്ചോ അത് മറക്കും, അതല്ലാത്തത് മറക്കുകയില്ല. ആ വഹിയാണ് അടിസ്ഥാനം. അത് ഖിയാമത്ത് വരെ സംരക്ഷിക്കാൻ അല്ലാഹു തആല ഏറ്റു. ഇതുവരെ സംരക്ഷിക്കപ്പെട്ടു, ഇനിയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അതിന് വ്യാഖ്യാനമായി പ്രവാചകരുടെ വചനങ്ങളും നബി തങ്ങളുടെ വാക്ക് പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, അംഗീകാരങ്ങൾ, അതെല്ലാം സംരക്ഷിക്കപ്പെടും. ഖുർആൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഈ അക്ഷരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതല്ല. ഖുർആൻ സംരക്ഷിക്കപ്പെടാൻ എന്തെല്ലാം സംരക്ഷിക്കപ്പെടണമോ അതെല്ലാം സംരക്ഷിക്കപ്പെടും. ഞങ്ങൾ ഈ യാത്രയിൽ ഖസീമിൽ ചെന്നപ്പോൾ അവിടെ സ്ഥാപനം കണ്ടു, മർക്കസ് ഹിഫ്ദി സുന്ന, ഹദീസ് ഹിഫ്ലാക്കാനുള്ള ഒരു മർക്കസ്. വിശുദ്ധ ഖുർആനെ ഹിഫ്ലാക്കിയ വിദ്യാർത്ഥികൾക്ക് ഹദീസ് ഹിഫ്ലാക്കാനുള്ള സംവിധാനമാണ് അവിടെ നടപ്പാക്കുന്നത്. അവിടെ പ്രവർത്തകർ കണ്ടപ്പോൾ അത് അത്ഭുതപ്പെട്ടു പോയി. ബുഖാരി, മുസ്ലിം, തുർമുദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, മുസ്നദ് അഹ്മദ്, തൊബറാനി അടക്കമുള്ള 18 കിതാബുകളിൽ നിന്ന് ആവർത്തനങ്ങൾ ഒഴിവാക്കി, സനദും ഒഴിവാക്കി, ലഈഫുകളും ഒഴിവാക്കി, സ്വഹീഹ് മാത്രം ജംഅ് ചെയ്തുകൊണ്ട് അവർ 6 വാള്യങ്ങളാക്കി അത് ക്രോഡീകരിച്ചു. 30 വർഷം ഒരു മനുഷ്യരുടെ അധ്വാനമാണ്. എന്നിട്ട് ആ കിതാബുകൾ ഹിഫ്ലാക്കുന്ന കുട്ടികൾ, ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടപ്പോൾ അതൊക്കെ ഹിഫ്ലാക്കാൻ കഴിയോ? അവർ പറഞ്ഞ 25,000 ആളുകൾ ഇപ്പൊ ഇത് ഹിഫ്ലാക്കി വരുന്നതാണ്. ആ കിതാബ് കംപ്ലീറ്റ് ഹിഫ്ലാക്കിയ 25,000 ആളുകൾ ഇപ്പോഴുണ്ട് അവരെ മർക്കസിന്റെ കീഴിൽ ലോകത്ത് പല ഭാഗത്തായി ഇത് ഹിഫ്ലാക്കിയവർ. അവരമ്മോട് പറഞ്ഞു, പറ്റുക കുറച്ച് കുട്ടികളെ പറഞ്ഞേക്ക്, 2 ആഴ്ച എങ്കിലും 1 മാസം കുറച്ച് കുട്ടികളെ പറഞ്ഞേക്കപ്പെടുന്നത്, കുറച്ച് ഭാഗം ഹിഫ്ലാക്കട്ടെ. കുറച്ച് ഹദീസ് ഹിഫ്ലാക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ആവേശമാകും, ഇത് കഴിയുമെന്നവർക്ക് തിരിച്ചറിവുണ്ടാവും. അത് കഴിഞ്ഞ നാട്ടിലേക്ക് പോയിക്കോട്ടെ, പിന്നെ തിരിച്ച് 2ാമത് വരട്ടെ, എന്നിട്ട് കുറച്ചുകൂടെ പഠിക്കട്ടെ. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഇതൊരു കഴിയുമെന്ന ബോധ്യമുണ്ടാക്കി കൊടുത്താൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഹിഫ്ലാക്കിയ കുട്ടിയെ സംബന്ധിച്ച് ഹദീസ് ഹിഫ്ലാക്കത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങൾ മക്കയിൽ ഹറമിൽ വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ ഒരു കിതാബ് എടുത്ത് ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഈ കിതാബാണ്.
സൗദിയാണ് പോയി പരിചയപ്പെട്ടു. അപ്പോൾ ആ കുട്ടി ബുഖാരി മുസ്ലിം ഹിഫ്ദ് കഴിഞ്ഞു, ഇനി ബാക്കി ഹിഫ്ദാക്കി കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഒരു ബാച്ച് 70 കുട്ടികളുടെ ഇവിടെ ഹറമിലുള്ളതാണ്, ഈ കിതാബ് അദ്ദേഹം ഹിഫ്ദാക്കണം. ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ പൂർത്തീകരണമാണ് എന്ന് പറഞ്ഞ ആയത്തിന്റെ പൂർത്തീകരണമാണ് അതൊക്കെ. നമ്മളൊക്കെ വിചാരിച്ചത് അതൊക്കെ പഴയ കാലത്ത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഒക്കെ ഹിഫ്ദാക്കി കഴിഞ്ഞു, ഈ കാലത്തൊന്നും നടക്കില്ല എന്നാണ്. അതൊന്നുമല്ല, കഴിയുമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതൊക്കെ കാണുമ്പോൾ. അൽഹംദുലില്ലാഹ് ഹദീസ് വിദ്യാർത്ഥികൾ ഒറ്റ വർഷം കൊണ്ടാണ് 34,000 ഹദീസ് ഒരു പഠിച്ചത്. ഹിഫ്ദല്ല, പഠനം. അത് കംപ്ലീറ്റ് ഒരു വായിച്ചു, സനദും മത്തനും അടക്കം കംപ്ലീറ്റ് ഒരു വായിച്ചു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, അതിന് വിശദീകരണങ്ങൾ ആവശ്യമായ വിശദീകരണം അത് വായിച്ചു. അതിനെ കൂടെ ആ 34,000 ഹദീസുകളുടെ ഒരു ആകത്തുക, അതിൻ്റെ കണ്ടന്റ് എന്ന് പറയാവുന്ന ഉംദത്തുൽ അഹ്കാം എന്ന കിതാബ്, നിത്യജീവിതത്തിൽ ആവശ്യമായി വരുന്ന ഹുക്മുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസിനെയും ക്രോഡീകരിച്ച ഇതിൻ്റെ ഒരു വൽഹാസിൽ ആകത്തുക, അതാണ് ഉംദത്തുൽ അഹ്കാം. ആ കിതാബ് അവർ ഹിഫ്ദാക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയ കാര്യം. ഇവിടെ ഒന്നും അത് വലിയ കാര്യമല്ല. ഈ പറഞ്ഞ പോലെ ഇത്രയും ഹദീസ് ഹിഫ്ദാക്കുന്ന കുട്ടികളുണ്ടാകുമ്പോൾ നമ്മളതൊന്നുമല്ല. പക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് അൽഹംദുലില്ലാഹ് ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും അറിവാണ് പ്രധാനം. ആ അറിവാണ് ഇതെല്ലാം നമുക്ക് മനസ്സിൽ ഉറപ്പിച്ചു തരാൻ, അഖീദ ശരിയാക്കി തരാൻ, നമ്മുടെ സുലൂക്കുകൾ ശരിയാക്കി തരാൻ എല്ലാമുള്ള ബേസ് അറിവാണ്. അതിന് സാധാരണക്കാരല്ലാത്ത ഇതൊന്നുമില്ല. പരമാവധി നമ്മൾ പഠിക്കുക. ഫിത്നയുടെ കാലഘട്ടമാണ്. നമുക്കറിയില്ല, നമ്മൾക്ക് ദീനനുസരിച്ച് അങ്ങനെ പോകുന്നു. പക്ഷേ നമ്മൾ സ്വീകരിച്ച ഇതാണോ ദീന്, ഇതാണോ അടിസ്ഥാനം, അതൊന്നും പലപ്പോഴും നമ്മൾ പരിശോധിച്ചിട്ട് പോകുന്നില്ല. നമ്മളങ്ങനെ കാലങ്ങളായിട്ട് അങ്ങനെ ചെയ്തു പോവുകയാണ്. നാട്ടിലെങ്ങനെയാണ്, മഹല്ല എങ്ങനെയാണ്, ഭൂരിപക്ഷം എങ്ങനെയാണ്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷെ ആലോചിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ടാവില്ല. അതിനപ്പുറത്ത് ഇതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ടോ, ഇത് പ്രമാണമുണ്ടോ, ഇത് സ്വഹാബത്തിലേക്ക് എത്തുന്നുണ്ടോ, ഇത് നബിതങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, വിശുദ്ധ ഖുർആന്റെയും പ്രവാചക സുന്നത്തിന്റെയും അടിസ്ഥാനം ഇതിനുണ്ടോ എന്നൊക്കെ പഠിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴുമാണ് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് അബദ്ധങ്ങൾ പല രംഗത്തും വന്നുപോയി എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും ദീന് പഠിക്കാൻ നമ്മൾ മാറ്റിവെക്കുക. ഇന്ന് ഒരുപാട് സൗകര്യം നമുക്കുണ്ട്. സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വഴിയും അല്ലാതെയും ഒക്കെ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി ഏത് തിരക്കിനിടയിലും അല്പസമയമെങ്കിലും ദീന് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു അടിസ്ഥാനമായി മാറണം. ഇല്ലെങ്കിൽ ആയുസങ്ങൾ കഴിഞ്ഞു പോകും. ഇതിനിടയ്ക്ക് എപ്പോഴും നമ്മൾ മരിച്ചു പോകും. നമ്മുടെ ജോലിയും നമ്മുടെ കച്ചവടം, നമ്മുടെ ഏർപ്പാടും കുടുംബവും അതൊക്കെ ഉണ്ടാവും. അതൊക്കെ വേണം, ഒന്നും വേണ്ടതല്ല. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇന്ന് മരിച്ചു പോകേണ്ടി വന്നാലും ആ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റാവുന്ന പാഥേയമായി, യാത്രാ വിഭവമായി കൈവശം ഉണ്ടാകണം. നിങ്ങൾ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ ശേഖരിക്കണം. ഏത് യാത്രക്ക് നമ്മൾ ഒരുങ്ങാറുണ്ട്. ഏത് യാത്രയാണെങ്കിലും ഒരുങ്ങാതെ വിഭവങ്ങൾ ശേഖരിക്കാതെ നമ്മൾ പോകാറില്ല. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യും, പോകാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വെക്കും, കൊണ്ടുപോകേണ്ട ലഗേജ് അടക്കം റെഡിയാക്കി വെക്കും. അതൊന്നുമില്ലാതെ അത് സമയമാകുമ്പോൾ പോകാം എന്ന് വിചാരിക്കുന്നില്ലല്ലോ. ഏത് യാത്രക്കും വിഭവങ്ങൾ ശേഖരിക്കാറുണ്ട് എങ്കിൽ നിങ്ങൾ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ ശേഖരിക്കണം. ഏറ്റവും നല്ല യാത്രാ വിഭവം തഖ്വയാണ്. ആ തഖ്വയുണ്ടാകാൻ ഇതേ പരിഹാരമാണ്. അല്ലാത്ത തഖ്വകൾ ഇസ്ലാം അംഗീകരിച്ച തഖ്വയായിക്കൊള്ളുന്നില്ല. ഷിയാക്കൾക്ക് വലിയ തഖ്വയാണ്. ഷിയാക്കളെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ വല്ലാത്ത ആത്മാർത്ഥതയാണ്. പക്ഷെ നമുക്കറിയാം ഒരു കാര്യമില്ലാന്ന്. ഖവാരിജുകൾ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ മുത്തഖീങ്ങളായി പ്രത്യക്ഷത്തിൽ കണ്ടവർ ഖവാരിജുകളായിരുന്നു. പക്ഷെ ആ തഖ്വ കൊണ്ട് എന്ത് കാര്യം? നബി തങ്ങൾ പറഞ്ഞല്ലോ, ഖുർആൻ ഓതും തൊണ്ടക്കുഴി താഴോട്ടിറങ്ങുകയില്ല. അവരുമായിട്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് യുദ്ധം ചെയ്തത്. അത്തരമൊരു കേവലമായ ബാഹ്യമായ ഭക്തി പ്രകടനമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള തഖ്വയാണ്. അതിന് അറിവ് വേണം. അതോടൊപ്പം ആ അറിവ് അമലായി മാറണം. ഇൽമുണ്ടായാൽ പോലെ ആ ഇൽമ് അമലായി മാറും. അപ്പോഴേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. പഠിച്ചത് കേവലം പഠിക്കാൻ വേണ്ടി മാത്രമല്ല, പഠിച്ചത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, പഠിച്ചത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. അത് പഠിപ്പിക്കൽ പകർന്നു കൊടുക്കൽ അടുത്ത ഘട്ടമാണ്. ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ഫിത്തന നമ്മൾക്ക് വല്ലതും പഠിക്കൽ പഠിപ്പിച്ചു കൊടുക്കാനാണ്. ക്ലാസ് എടുക്കാൻ വേണ്ടി, ഖുതുബ വേണ്ടി, ഇതിനൊക്കെ പഠിക്കൽ. നമുക്ക് വേണ്ടി പഠിക്കുക എന്നത് പൊതുവേ ഇന്ന് ഇല്ലാതായി പോവുകയാണ്. നമുക്ക് വേണ്ടി അറിവുണ്ടാകാൻ വേണ്ടി, അമൽ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ പഠിക്കുക എന്ന ഒരു രീതി തന്നെ പൊതുവേ ഇന്ന് ഇല്ലാതായി പോകും. ഒന്നുകിൽ ഷഹാദ സർട്ടിഫിക്കറ്റിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി, ക്ലാസ് എടുക്കാൻ വേണ്ടി, ഖുതുബ നടത്താൻ വേണ്ടി, ഇതിനൊക്കെയാണ് പലപ്പോഴും നമ്മളൊക്കെ പഠിക്കാറുള്ളത്. അതല്ലാതെ നമുക്ക് വേണ്ടി പഠിക്കുക, നമുക്ക് അറിവുണ്ടാകാൻ വേണ്ടി, നമ്മുടെ അഖീദ ശരിയാകാൻ വേണ്ടി,
എൻ്റെ ഇബാദത്തുകൾ ശരിയാകാൻ വേണ്ടി ഞാൻ പഠിക്കുക എന്നൊരു രീതി പൊതുവെ ഇല്ല. അതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ധാരാളം ആളുകൾ പഠിക്കുന്നു, ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ ലോകത്തെമ്പാടും വന്നു. വലിയ വലിയ സംരംഭങ്ങൾ മുതൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ, ധാരാളം ദീനി സംരംഭങ്ങളുണ്ട്. പക്ഷെ എന്തിനാ അവിടെ പോകുന്നത്, എന്തിനാ പഠിക്കുക വെച്ചാൽ പലപ്പോഴും ഒരു കോഴ്സ് പൂർത്തിയാക്കാൻ, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ, അതിൻ്റെ ഭാഗമായി ജോലി കിട്ടാൻ. ഇപ്പോൾ ജാമ്യയിലടക്കം അപേക്ഷിക്കുന്ന ചില കുട്ടികൾ ഇവിടെ പഠിച്ചാൽ എന്താ കിട്ടുക? ഞാനൊക്കെ പറയും ഒന്നും കിട്ടില്ല, ഒന്നും കിട്ടില്ല, ദുനിയാവിലൊന്നും കിട്ടില്ല, അതിനു വേണ്ടി വരണ്ട. അങ്ങനെ +2 വിചാരിച്ച ഡിഗ്രി വിചാരിച്ച് വരണ്ട. അത് സൈഡാണ്, അത് അടിസ്ഥാനമല്ല. അടിസ്ഥാനം അറിവുണ്ടാകലാണ്, നമ്മുടെ വിശ്വാസം ശരിയാവലാണ്, നമ്മുടെ കർമ്മങ്ങൾ ശരിയാവലാണ്, പരലോകത്തേക്ക് വേണ്ട വിഭവങ്ങളെ ശേഖരിക്കലാണ്. അതൊക്കെ ശേഖരിച്ച് വരുമ്പോൾ സ്വാഭാവികമായി റബ്ബ് നൽകുന്ന ഒരു അംഗീകാരമാണ്, റബ്ബ് നൽകുന്ന ഒരു സൗകര്യമാണ്. ദുനിയാവിലത്തെ സൗകര്യങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടി നിർത്തും. ഇന്നുള്ള ഏറ്റവും വലിയ ഫിത്നതാണ്. ദീനി സ്ഥാപനങ്ങളിലേക്ക് പോലും ആളുകൾ വിടുന്നത് സർട്ടിഫിക്കറ്റ് വേണ്ടി, കോഴ്സിന് വേണ്ടിയാണ്. അതിൽ നിന്നും മാറി നമുക്ക് വേണ്ടി പഠിക്കുക. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നത്, ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും എല്ലാവരും പഠിച്ചിരുന്നുവെങ്കിൽ ഹത്താ ലാ യുൻസബ ഇലയ്യ ശൈ, എന്നിട്ട് എന്നിലേക്ക് ചേർത്തി പറയാതിരിക്കാൻ. ഇമാം ഷാഫി പറഞ്ഞെന്ന് പറയണ്ട, എല്ലാവർക്കും വിവരമുണ്ടായാൽ പിന്നെ എന്നിലേക്ക് ചേർക്കൂതല്ലോ എന്നാണ്. അവിടെ ഒരു ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്. അപ്പോൾ ആ ഒരു അറിവിൻ്റെ വഴിയിൽ നമ്മളും സഞ്ചരിക്കുക. നമുക്ക് വേണ്ടി പഠിക്കുക, ആരെയും പഠിപ്പിക്കാനല്ല, ആരെയും കേൾപ്പിക്കാനല്ല, ആർക്കും പറഞ്ഞു കൊടുക്കാനല്ല, നമുക്ക് വേണ്ടി. അതിൻ്റെ സമറത്താണ് അമൽ. സമറത്തുൽ ഇൽമി അൽ അമൽ. ഇൽമിൻ്റെ സമറത്താണ്, അതിൻ്റെ ഒരു ബെനിഫിറ്റാണ് അത് അമലായി മാറുക എന്നുള്ളത്. ആ പഠിച്ചത് പ്രാവർത്തികമാക്കി കഴിവിൻ്റെ പരമാവധി. എല്ലാം പൂർണ്ണമായും അമൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചോളുന്നില്ല. എന്നാലും കഴിവിൻ്റെ പരമാവധി അത് അമലായി മാറണം എന്ന ഒരു നിയത്താണ് നമുക്കുണ്ടാവേണ്ടത്. ശേഷമാണ് വദ്ദഅവത്തുലൈഹി, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പറയേണ്ട സന്ദർഭങ്ങളിൽ, പ്രചരിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ, മറ്റൊരാൾക്ക് അത് ഉപദേശിക്കേണ്ട സന്ദർഭങ്ങളിൽ പറഞ്ഞു കൊടുക്കുക. അത് അടിസ്ഥാനമല്ല, അത് താബിഅാണ്. അടിസ്ഥാനം നമ്മൾ രക്ഷപ്പെടലാണ്. ഒന്നാമത് കാര്യം നമുക്ക് വേണ്ടി റഫ്ഉൽ ജഹ്ലി അൻ നഫ്സി, തൻ്റെ ജഹാലത്ത് ഇല്ലാതാവുക, നമ്മുടെ അറിവില്ലായ്മ ഇല്ലാതാവുക, നമ്മുടെ ഇബാദത്ത് ശരിയാവുക, നമുക്ക് സ്വർഗത്തിലേക്ക് എത്തുക. ഇതാണ് അടിസ്ഥാനം. സ്വാഭാവികമായി അനുബന്ധമായി ഉണ്ടാവേണ്ട കാര്യമാണ് ഈ പഠിച്ച കാര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ദൈവത്തെത്താൻ വേണ്ടി പഠിക്കേണ്ട കാര്യമില്ലാത്ത, നമുക്ക് വേണ്ടി പഠിക്കുക. പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതാണ് മൂന്നാമത് അസ്ലായ പഠിപ്പിച്ചത്, വദ്ദഅവത്തുലൈഹി, അതിലേക്കുള്ള ദഅവത്ത്. അത് മൂന്നാമതാണ് പറഞ്ഞു. ഒന്ന് ഇൽമ് പറഞ്ഞു, 2 അമല് പറഞ്ഞു, മൂന്നാമതാണ് വദ്ദഅവത്തുലൈഹി പറഞ്ഞത്. ഈ മൂന്നിനും ആവശ്യമായ കാര്യമാണ് നാലാമത്തേത്, വസ്സബ്റു അലൽ അദാ ഫീഹി, ആ രംഗത്തുള്ള പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക. പഠിക്കണമെങ്കിൽ ക്ഷമ വേണം, അമൽ ചെയ്യണമെങ്കിൽ ക്ഷമ വേണം, ദഅവത്തെങ്കിൽ ക്ഷമ വേണം, അല്ലെങ്കിൽ കഴിയില്ല. പഠിക്കാൻ ക്ഷമ വേണം, അല്ലാതെ കഴിയില്ല. എല്ലാം മാറ്റിവെച്ച് മാറി ഇന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ക്ഷമയൊന്നും പോരാ. ജാമ്യൻ്റെ കുട്ടികൾ 5 കൊല്ലം 7 കൊല്ലമൊക്കെ നാടും വീടും ഒഴിവാക്കി അവിടെ താമസിച്ച് അവർ പഠിക്കുന്നു. അൽഹംദുലില്ലാഹ്, വലിയ ക്ഷമ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് ഹദീസ് കോഴ്സിലേക്ക് വന്നപ്പോഴും പൂർണ്ണമായും എല്ലാം മാറ്റിവെച്ച് ദിവസവും 8, 9, 10 മണിക്കൂറാണ് അവരവിടെ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത്. വലിയ ക്ഷമ ആവശ്യമുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അത് അമലായി മാറാനും ക്ഷമ ആവശ്യമുണ്ട്. അതിലേക്ക് ആളുകളെ എത്തിക്കുക, പ്രചരിപ്പിക്കുക, അതിനും വലിയ ക്ഷമ ആവശ്യമുണ്ട്. അതാണ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ ഒരു അടിസ്ഥാനം ഉൾക്കൊണ്ട് പോയാൽ ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയും. ആ നിലയ്ക്ക് ജീവിതത്തെ നമ്മൾ തിരിച്ചറിയും. അതല്ലെങ്കിൽ നമ്മൾ ആയുസ് അങ്ങനെ പോകും. എത്ര വയസ്സായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വയസ്സിനെ പറ്റി ആലോചിക്കും. എന്ത് നേടി ഇത്രയും കാലം കൊണ്ട് വെച്ചാൽ പലപ്പോഴും ഒന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ജീവിച്ചു പോകുന്നു. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ പലരും മരിച്ചു പോയിട്ടുണ്ട്. വേണ്ടപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട്. നമ്മളെങ്ങനെ ഇതുവരെ മരിച്ചിട്ടില്ല മാത്രം, ഇന്ന് മരിക്കും അറിയില്ല. ജീവിത ലക്ഷ്യം എന്നുള്ളത് പരലോക വിജയമാണ്, സ്വർഗം നേടലാണ്. അതില്ലെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല. ഇവിടേക്ക് ജീവിച്ചെങ്കിലൊക്കെ പോയി അവസാനം യാത്ര പോകുമ്പോൾ ആ യാത്ര സ്വർഗത്തിലേക്കല്ല എങ്കിൽ, ആ യാത്ര രക്ഷപ്പെടുന്ന വഴിയിലേക്കല്ല എങ്കിൽ അതോടെ എല്ലാം നഷ്ടമായി പോയി. ഖസ്റത് ദുനിയ വൽ ആഖിറ, ദുനിയാവും പോയി ആഖിറവും പോയി എന്ന് പറഞ്ഞ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും വലിയ വ്യക്തമായ നഷ്ടം എന്ന് അല്ലാഹു തആല പഠിപ്പിച്ച ആ നഷ്ടം ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം കബൂലാക്കുമാറാവട്ടെ. ആമീൻ. ബറക്കല്ലാഹു ഫീന ജമീഅ. ഇത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.
എൻ്റെ കൂടെയുള്ള നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. ഒരു പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നതാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് കുറേ സമയം എടുക്കാതെ ഒന്ന് സംസാരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. അവർക്ക് അൽഹംദുലില്ലാഹ് ഈ രംഗത്ത് നമ്മൾ ജാമ്യയിൽ പഠിച്ചു, ബാക്കി അതിനെ തുടർച്ച എന്നോണം അവർ ഈ നിലക്കുള്ള ഒരു പഠനത്തിലേക്ക് തിരിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂലാക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ബറകല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.